വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ UDF ഘടകകക്ഷി സീറ്റുകളിൽ ധാരണയായി. ജില്ലയിൽ ഘടകകക്ഷികളുടെ സീറ്റുകൾ വെച്ചുമാറില്ല. കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന പ്രചാരണം ജോസഫ് ഗ്രൂപ്പ് തള്ളി. ലീഗ് മത്സരിക്കുന്ന കളമശ്ശേരി സീറ്റിലും മാറ്റമുണ്ടാകില്ല. ജില്ലയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനും UDF ആലോചിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം ദി ബിഗ് ഗസ്റ്റ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF ഒരുങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ജില്ലയിൽ ഗുണം ചെയ്തു എന്നാണ് UDFന്റെ വിലയിരുത്തൽ. സമാനമായ രീതിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാനാണ് നീക്കം. കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ UDF ചെയർമാൻ തള്ളി. നിലവിൽ ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് മത്സരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നു. കോതമംഗലത്ത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പിറവത്ത് കേരള കോൺഗ്രസ് ജയിക്കപ്പിൻ്റെ ലീഡർ അനൂപ് ജയിക്കപ്പ് മത്സരിച്ച് വിജയിച്ചു. അതേ നിലയിൽ തന്നെ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജില്ലയിൽ ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ 11ഇടത്ത് കോൺഗ്രസും 3ഇടത്ത് ഘടകകക്ഷികളുമാണ് മത്സരരംഗത്ത്. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനാണ് UDFിലെ ധാരണ. കഴിഞ്ഞ തവണ ലീഗിൽ നിന്ന് കൈവിട്ടുപോയ കളമശ്ശേരി സീറ്റ് തിരിച്ചുപിടിക്കാനും കോതമംഗലത്ത് നിലയുറപ്പിക്കാനും നേതൃത്വം പുതിയ തന്ത്രങ്ങളും മെനയുന്നുണ്ട്. ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം മത്സരിച്ച പിറവത്ത് മാത്രമാണ് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് UDFിൽ നിന്ന് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള സിറ്റിംഗ് MLA-മാർക്ക് ആർക്കെങ്കിലും സീറ്റ് തെറിക്കുമോ? എന്താണ് എറണാകുളത്ത് കാത്തിരിക്കുന്ന സർപ്രൈസ്? കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ടിബിൻ ടോമിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.